ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ പശ്ചിമേഷ്യ വീണ്ടും ഒരു സ്ഫോടനാത്മകമായ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ലോകം മറ്റൊരു മഹായുദ്ധത്തിന്റെ വക്കിലാണെന്ന ശക്തമായ സൂചനകൾ നൽകിക്കൊണ്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് ഇറാന്റെ നിലനിൽപ്പിന് നേരെ ഒരു സമ്പൂർണ്ണ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം. ഇത് കേവലം അതിർത്തിയിലെ വെടിവെപ്പുകളോ സൈനിക നീക്കങ്ങളോ അല്ല, മറിച്ച് ഇറാൻ എന്ന രാഷ്ട്രത്തെ ചരിത്രത്തിന്റെ താളുകളിൽ നിന്നും തുടച്ചു നീക്കാനുള്ള ആസൂത്രിതമായ തന്ത്രമാണെന്നും അദ്ദേഹം അടിവരയിടുന്നു. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിന് നൽകിയ അഭിമുഖത്തിൽ പെസഷ്കിയാൻ ഉയർത്തിയ വാദങ്ങൾ ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ എല്ലാ വശങ്ങളെയും സ്പർശിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനെതിരെ പ്രയോഗിക്കുന്നത് നിരവധി ആയുധങ്ങളാണ്. പതിറ്റാണ്ടുകളായി തുടരുന്ന ഉപരോധങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി എന്നീ രാജ്യങ്ങൾ ചേർന്ന് UN ഉപരോധങ്ങളെ കൂടുതൽ കടുപ്പിച്ചത് ഇറാന്റെ എണ്ണ വ്യാപാരത്തെയും ബാങ്കിംഗ് മേഖലയും പൂർണ്ണമായി തളർത്താനാണ്. ഇറാന്റെ ഇസ്ലാമിക മൂല്യങ്ങളെയും ദേശീയ സ്വത്വത്തെയും തകർക്കാൻ പാശ്ചാത്യ മാധ്യമങ്ങളും ഏജൻസികളും ആഭ്യന്തരമായി സ്വാധീനം ചെലുത്തുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു. രാഷ്ട്രീയമായ ഒറ്റപ്പെടുത്തലും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അന്താരാഷ്ട്ര വേദികളിൽ ഇറാനെ ഒരു ഭീകര രാഷ്ട്രമായി ചിത്രീകരിച്ച് നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താൻ ആസൂത്രിതമായ നീക്കം നടക്കുന്നു. 1980 മുതൽ 1988 വരെ നടന്ന ഇറാൻ-ഇറാഖ് യുദ്ധം ലോക ചരിത്രത്തിലെ ഏറ്റവും ദീർഘമേറിയതും രക്തരൂഷിതവുമായ പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നു. എന്നാൽ അന്നത്തെ സാഹചര്യത്തെക്കാൾ ദുഷ്കരമാണ് ഇന്നത്തെ സ്ഥിതി എന്നും പെസഷ്കിയാൻ പറയുന്നതും ഗൗരവകരമാണ്. അന്ന് ശത്രു ആരാണെന്ന് നമുക്കറിയാമായിരുന്നു. മിസൈലുകൾ എവിടെ നിന്ന് വരുമെന്നും എവിടെ തിരിച്ചടിക്കുമെന്നും വ്യക്തമായിരുന്നു. ഒരു നിശ്ചിത അതിർത്തിയിൽ സൈനികർ മുഖാമുഖം പോരാടുകയായിരുന്നു. എന്നാൽ ഇന്ന് ശത്രു അദൃശ്യനാണ്. അവർ നമ്മുടെ വീടിനുള്ളിലും കമ്പോളത്തിലും ഡിജിറ്റൽ ലോകത്തും കടന്നു കയറിയിരിക്കുന്നു. അവർ നമ്മെ എല്ലാ കോണുകളിൽ നിന്നും വളയുകയാണ്. സൈനിക ശക്തിയേക്കാൾ ഉപരോധങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും കൊണ്ട് ഒരു ജനതയെ മുട്ടുകുത്തിക്കുന്ന അദൃശ്യ യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള തർക്കം വീണ്ടും മൂർച്ഛിച്ചിരിക്കുകയാണ്. 2015 ആണവ കരാറിൽ നിന്നും അമേരിക്ക പിന്മാറിയതിനു ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാന് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് ടെഹ്റാൻ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഇറാൻ ആണവായുധ നിർമ്മാണത്തിലേക്ക് നീങ്ങുകയാണെന്ന സംശയത്തിൽ ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചതാണ് ഇപ്പോഴത്തെ പ്രകോപനത്തിന് കാരണം. ഇത് ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും പെസഷ്കിയാൻ വാദിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ പോകുന്നതിന് തൊട്ടു മുമ്പാണ് ഇറാന്റെ ഈ പ്രസ്താവനകൾ വരുന്നതെന്നതും രാഷ്ട്രീയമായി വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത് ഇറാനെതിരെ സ്വീകരിച്ച മാക്സിമം പ്രഷർ നയം രണ്ടാം ഊഴത്തിലും തുടരുമെന്ന ഭീതി ഇറാനുണ്ട്. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നേരിട്ടുള്ള സൈനിക ആക്രമണം നടത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നവീകരിക്കുകയും ചെയ്യുകയാണ്. ഇസ്രയേൽ ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൾ സമീർ അമേരിക്കൻ സൈനിക നേതൃത്വത്തിന് നൽകിയ മുന്നറിയിപ്പ് പ്രകാരം ഇറാൻ ഒരു അപ്രതീക്ഷിത ആക്രമണത്തിന് ഒരുങ്ങുകയാണ്. തങ്ങളുടെ വ്യോമ അതിർത്തിയിൽ പാശ്ചാത്യ നിരീക്ഷണ വിമാനങ്ങളുടെ സാന്നിധ്യം വർദ്ധിച്ചത് ഇറാൻ ഗൗരവത്തോടെയാണ് കാണുന്നതും. റഷ്യയുമായി ചേർന്ന അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ വികസിപ്പിക്കുന്നുണ്ടെന്നും സൂചനയുണ്ട്. ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന മിസൈൽ പരീക്ഷണങ്ങൾ പശ്ചിമേഷ്യ ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ എത്തിച്ചിരിക്കുകയാണ്. ഇറാൻ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ അത് ലോകത്തെ എങ്ങനെ ബാധിക്കുമെന്നതും ഭയാനകമാണ്. ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കാൻ ഇറാൻ തുനിഞ്ഞാൽ ആഗോള തലത്തിൽ എണ്ണവില കുതിച്ചുയരും. ഇത് ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകർക്കാനും പര്യാപ്തമാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം ഏഷ്യയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന വ്യാപാര പാതകളെ തടസ്സപ്പെടുത്തും. ഒരു വലിയ യുദ്ധം ദശലക്ഷക്കണക്കിന് ആളുകളെ അഭയാർത്ഥികളാക്കും. ഇത് യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ സാമൂഹിക പ്രതിസന്ധികളും സൃഷ്ടിക്കും. പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സംഘർഷം വെറും ഒരു അതിർത്തി തർക്കമല്ല, മറിച്ച് ലോകശക്തികൾ തമ്മിലുള്ള നേർക്കുനേരുള്ള പോരാട്ടമായി മാറിക്കഴിഞ്ഞു. ഉപരോധങ്ങൾ കൊണ്ടും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൊണ്ടും ഇറാനെ തളയ്ക്കാൻ പാശ്ചാത്യ ലോകം ശ്രമിക്കുമ്പോൾ രാജ്യത്തിന്റെ അന്തസ്സിനും നിലനിൽപ്പിനും വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറെടുക്കുകയാണ് ഇറാൻ. നയതന്ത്ര നീക്കങ്ങൾ പാടെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. സംഭാഷണങ്ങൾക്കും സമാധാനത്തിനും പകരം ആയുധങ്ങളും ഭീഷണികളും കൈമാറുന്ന ഈ സാഹചര്യം വരും ദിവസങ്ങളിൽ ലോകം കാണാനിരിക്കുന്നത് ഇതിലും വലിയൊരു ദുരന്തമായിരിക്കും. ഇറാന്റെ ഈ സമ്പൂർണ്ണ യുദ്ധ ആരോപണം ആഗോള രാഷ്ട്രീയത്തിൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുമെന്നും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സമാധാനത്തിന്റെ വാതിലുകൾ ഓരോന്നായി അടയുമ്പോൾ ലോകം ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരിക്കുകയാണ്. ഇറാനിൽ നിന്നുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ലോകത്തിലെ തന്നെ ഏറ്റവും സങ്കീർണവും കാര്യക്ഷമവുമായ പ്രതിരോധ സംവിധാനമാണ് ഇസ്രായേൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. കേവലം ഒരു സംവിധാനത്തിന് പകരം വ്യത്യസ്ത
രാജ്യത്ത് ദൂരപരിധികളിൽ വരുന്ന ഭീഷണികളെ നേരിടാൻ ശേഷിയുള്ള ബഹുതല പ്രതിരോധ കവചമാണ് ഇസ്രയേലിന്റെ കരുത്ത്. കുറഞ്ഞ ദൂര മിസൈലുകളെയും റോക്കറ്റുകളെയും തകർക്കാൻ ഉപയോഗിക്കുന്ന ലോക പ്രശസ്തമായ സംവിധാനമാണിത്. ഗാസയിൽ നിന്നോ ലെബനനിൽ നിന്നോ എത്തുന്ന റോക്കറ്റുകളെ ലക്ഷ്യം തെറ്റാതെ ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിക്കാൻ അയൺ ഡോമിന് സാധിക്കും. ഏകദേശം 90% കൃത്യതയാണ് ഇതിനുള്ളത്. മധ്യദൂര മിസൈലുകളെയും ഡ്രോണുകളെയും നേരിടാനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇറാന്റെ കരുത്തുറ്റ ക്രൂയിസ് മിസൈലുകളെ തടയുന്നതിൽ ഈ സംവിധാനം നിർണായകമായി പങ്കുവഹിക്കുന്നു. ലേസർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മിസൈലുകൾ തകർക്കുന്ന പുതിയ തലമുറ ആയുധമാണിത്. പരമ്പരാഗത മിസൈൽ പ്രതിരോധത്തെക്കാൾ ചിലവ് കുറഞ്ഞതും അതിവേഗം പ്രവർത്തിക്കുന്നതുമായ ഈ സംവിധാനം ഇസ്രയേലിന്റെ സുരക്ഷാ മേഖലയിൽ വലിയ വിപ്ലവമാണ് സൃഷ്ടിക്കുന്നത്. പ്രതിരോധം മാത്രമല്ല, ശത്രുവിന്റെ താവളങ്ങളിൽ കടന്നു ചെന്ന് ആക്രമിക്കാനുള്ള ഒഫൻസീവ് തന്ത്രവും ഇസ്രയേൽ പയറ്റുന്നുണ്ട്. മൊസാദ് വഴി ഇറാനിലെ ആണവ മിസൈൽ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ആവശ്യമെങ്കിൽ സൈനിക വിമാനങ്ങൾ ഉപയോഗിച്ച് അവിടെ ആക്രമണം നടത്തുകയും ചെയ്യുന്നതാണ് ഇസ്രയേലിന്റെ നയം. അമേരിക്കയുമായുള്ള സൈനിക സഹകരണവും സാങ്കേതിക കൈമാറ്റവും ഇസ്രയേലിന്റെ ഈ പ്രതിരോധ കവചത്തെ കൂടുതൽ സുരക്ഷിതമാക്കുന്നു. ഇറാന്റെ ഏതു വലിയ നീക്കത്തെയും നേരിടാൻ തങ്ങൾ സജ്ജമാണെന്ന സന്ദേശമാണ് ഇസ്രയേൽ ഈ സങ്കീർണ സംവിധാനങ്ങളിലൂടെ നൽകുന്നത്.